ഹലോ ഞാൻ റഫീഖാണ്. അയ്യാമ്പൽ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു മോഡൽ ഗേറ്റിൻ്റെ വർക്കുമായിട്ടാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. ഇതൊരു 14 അടി നീളമുള്ള ഒരു ഗേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു 10 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടി പാസിംഗ് ഗേറ്റുമാണ്. 2.5 പൈപ്പാണ് നമ്മൾ 16 ഗേജിൻ്റെ പൈപ്പ് നമ്മൾ ഫ്രെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ടേപ്പർ കട്ട് ചെയ്ത് അത് എന്നും ഞാൻ ഓരോ വീഡിയോയിലും കാണിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രെയിം വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രെയിം വർക്കിന് വേണ്ടി നമ്മുടെ പൈപ്പുകളൊക്കെ ആദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ. അത് ഫുൾ പൈപ്പിൽ നിന്ന് തന്നെ വരച്ച് നമ്മൾ ടേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് വേസ്റ്റ് ഒരുപാട് പോവുകയില്ല, അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ പൈപ്പെല്ലാം, ഫ്രെയിമിനുള്ള പൈപ്പെല്ലാം കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ മാക്സിമം ഫുൾ പൈപ്പിൽ നിന്ന് നമുക്ക് വലിയ പൈപ്പ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഒരു സ്റ്റാൻഡും അടിച്ച് അതിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 10 അടി നീളവും 5 അടി വീതിയുള്ള നമ്മുടെ ഒരു ഫ്രെയിം ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ കോച്ചവും കോർണറും എല്ലാം നമ്മൾ തിരിവെല്ലാം പിടിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇത് പിന്നെ ഓരോ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട്, അത് കാരണം പ്രത്യേകം ഇതായിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാസിംഗ് ഗേറ്റ് ഉണ്ട് 4 അടി 5 അടിയുടെ. ആ പാസിംഗ് ഗേറ്റ് ഇതിൻ്റെ പുറത്തിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഫുൾ വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടക്കൊക്കെ നമുക്ക് 5/8 പൈപ്പൊക്കെ ഓടിക്കേണ്ടതാണ്. അപ്പം വെൽഡ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഫുൾ വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടക്കോട്ട് പിന്നെ ഗ്രൈൻഡിങ് വീലൊന്നും കയറില്ല. അത് കാരണം ആദ്യം തന്നെ ഫുൾ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുക ഫ്രെയിം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ചെയ്യുന്ന രീതി അതാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം തന്നെ ഫ്രെയിമിൻ്റെ ഫുൾ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഇടക്കുള്ള ചെറിയ പീസൊക്കെ വെക്കുക, അതായിരിക്കും നല്ലത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ഫ്രെയിം സ്ക്വയർ അടിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വലിയ ഗേറ്റിൻ്റെ സെൻറ്ററിൽ വെക്കുന്നൊരു പീസാണ് നമ്മുടെ മോഡലിൽ. അതിൽ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് വെർട്ടിക്കലും ഹൊറസോണ്ടലും ഓടിക്കുക 2 ഇഞ്ച് ഗ്യാപ്പിൽ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈൻ. എത്രയും അടുപ്പിച്ച് പൈപ്പ് 1/2 ഇഞ്ച് പൈപ്പാണ് ഓടിക്കുന്നത് അത്രയും ഭംഗിയായിരിക്കും. ഞാനൊരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ മോഡലിന് വേണ്ടി അടിക്കുന്നത്. ഇത് കണ്ട, ഇതേ ഒരു മോഡലിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ക്രിസ്റ്റലിൻ്റെ ഷീറ്റ്, പോളികാർബണേറ്റ് ഷീറ്റ് വെക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മോഡൽ ഗേറ്റിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന പീസ്. അങ്ങനെ നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അത് ഫുൾ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗേറ്റിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഫ്രെയിമിനെ നമ്മൾ ബന്ധിപ്പിക്കുന്നത് 2.5 ആ ഫ്രെയിമിൻ്റെ അത് തന്നെയാണ്. നമ്മൾ സെൻറ്റർ വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് അങ്ങോട്ട് വെൽഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മുടെ അടുത്ത പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ സെൻറ്ററിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതും ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ അടുത്ത ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള പൈപ്പ് നമ്മൾ ഓടിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി 5/8 പൈപ്പ് ഓടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സാധാ ഗ്രൈൻഡിങ് വീലിട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഫ്ലാപ്പ് വീല് നമ്മൾ യൂസ് ചെയ്യും. ഇതേപോലെ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ 5/8 പൈപ്പ് ഓടിക്കുന്ന ഒരു പരിപാടിയാണ്. 5/8 പൈപ്പ് എടുത്തിട്ട് അത് നമുക്ക് ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 5/8 പൈപ്പ്. നമുക്കൊരു ബോർഡർ പോലെ ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. അത് നല്ലൊരു മോഡലാണത്.
സാധാരണ ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ എടുത്ത് സ്ക്രൂ ചെയ്യുക വെൽഡ് ചെയ്യുക ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ 5/8 പൈപ്പ് അതിൻ്റെ ടേപ്പറെല്ലാം കട്ട് ചെയ്ത് നമ്മളൊരു അരയിഞ്ച് ഈ പൈപ്പിൻ്റെ കനം തന്നെയാണ് നമ്മൾ താഴോട്ട് വെക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഷീറ്റ് വെക്കുമ്പോൾ ഒരു അരയിഞ്ചോളം ഉള്ളിലോട്ട് കയറി ഒരു പ്രൊജക്ഷനുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഫേസിൽ നമ്മൾ ചെറിയ 2 ടാക്ക് അടിച്ചൊക്കെ വെച്ചിട്ട് ബാക്ക് സൈഡിലായിരിക്കും നമുക്ക് നല്ല രീതിയിൽ വെൽഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയും. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കാം, ഫേസിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം വെൽഡ് ചെയ്തതിന് ശേഷം അതും നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്യുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഷീറ്റ് വെക്കുക എന്നുള്ളത്. ഷീറ്റ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 18 ഗേജിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ലെവലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് വെച്ച് വരച്ച് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്താലും എടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ സൂപ്പർ എപ്പോക്സിയുടെ പ്രൈമറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഷീറ്റ് പ്രൈമറെല്ലാം അടിച്ചതിന് ശേഷം ഷീറ്റ് എടുത്തിട്ട് നമ്മളൊരു സ്റ്റാർ സ്ക്രൂ വെച്ച് നമ്മളിതിൽ ഉറപ്പിച്ച് വെക്കുകയാണ്. വെൽഡ് ചെയ്യുകയല്ല, സ്ക്രൂ അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഷീറ്റെല്ലാം അടിച്ച് ഈ ഒരു മോഡലാണ് നമുക്ക് ഗേറ്റിന് കിട്ടുന്നത്. അത് നല്ലൊരു ഭംഗിയാണ്. അത് ഇനി പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു ലുക്കാവും. നോക്കിയാൽ മൊത്തേ അടിപൊളിയല്ലേ? സംഭവം നല്ലൊരു ലുക്കാണ് കാണാൻ തന്നെ. ഇത് പ്രൈമറാണ് അടിച്ചിരിക്കുന്നത്, അപ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ അതേ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണത്. പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മൾ അതിനെ ഹാൻഡിൽ പിടിപ്പിക്കുക. നൈലോൺ വീലിൻ്റെ ഹാൻഡിൽ നമ്മൾ പിടിപ്പിക്കുന്ന ആദ്യത്തെ സെറ്റിങ്സ് അതാണ്. നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് നേരെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം ഹാൻഡിൽ പിടിപ്പിച്ച് അത് അവിടെ ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. വെൽഡിങ് സെറ്റ് മതിലിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന ഇറത്തി നീളമില്ലായിരുന്നു. നമ്മുടെ സെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ അതേ കാണുന്ന കണ്ടില്ലേ, പാസിംഗ് ഗേറ്റിന് വേണ്ടി അവർ കുറ്റി പിടിപ്പിച്ചതാണ്. കുറ്റിയാണെങ്കിൽ മതിലിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളിലായിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് പോയി. ബംഗാളികൾ സെറ്റ് ചെയ്തതായിരുന്നു, ഒരു മലയാളിയായിരുന്നു കോൺട്രാക്ടർ. പക്ഷേ പിന്നെ അപ്പം നമ്മൾ വേറെ ഇനി പൊട്ടിച്ചൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഞങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 1.5 ഇഞ്ചിൻ്റെ പിന്നും ബുഷും മേടിച്ച് സൈഡിലോട്ട് വെച്ച് അത് കറക്റ്റ് ചെയ്തെടുത്ത്. പിന്നെ ഡിസൈൻ നമുക്കിത് ഇതാണ്, CNC കട്ടിംഗ് ആണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. അത് മേടിച്ചാണ് നമ്മൾ ഇതിൽ ഡിസൈൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ എടുക്കുവാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് നല്ല റേറ്റാണ്. അങ്ങനെ നമ്മുടെ പാസിംഗ് ഗേറ്റും സെറ്റിംഗായി. അങ്ങനെ ഡിസൈൻ കൂടെ വെച്ചപ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. ആ ഷീറ്റും ആ ബോർഡറൊക്കെ വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഓടാമ്പലി സെറ്റിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളങ്ങോട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ഓടാമ്പലി സെറ്റിങ്ങാണ്. ഇപ്രാവശ്യം വന്ന ഓടാമ്പലിന് നല്ല നീളമുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഈ ബുഷിൽ കട്ട് ചെയ്ത് അതിൽ സ്റ്റോപ്പർ വെക്കേണ്ട കാര്യമില്ല. നാക്ക് നമുക്ക് ഇപ്പുറത്ത് വെച്ചാൽ ഇപ്പുറത്തേക്ക് കിട്ടും. ആരും പൊങ്കാല ഇടേണ്ട, തള്ളിക്കഴിഞ്ഞാൽ തുറന്ന് വരില്ല. ആ രീതിയിലാണ് നാക്ക് ഇപ്പുറത്തെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ടവർ ബോൾട്ടും സെൻട്രൽ ലോക്കും എല്ലാം സെറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഇനി അതങ്ങോട്ടൊന്ന് പ്രൈമർ അടിക്കുക. ഇനി വീട്ടുകാർ ഇതിൽ പെയിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ഗേറ്റ്. അങ്ങനെ ഈ കൂട്ടത്തിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൂടി ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് 1.25 സ്റ്റീൽ പൈപ്പിൽ തന്നെ പണിതെടുത്തതാണ്. അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല തകർപ്പം മഴയാണ് മുത്തക ഉണ്ടായത്. നല്ല കിടുക്കാച്ചി മഴ. അങ്ങനെ പ്രൈമർ ടച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങളുടെ പണി അവിടെ നിർത്തി.
എന്തായാലും സെറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഇനി എന്തായാലും പിറ്റേ ദിവസം വന്നിട്ട് നേരെ വന്ന് പ്രൈമർ അടിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ വന്ന് ഗേറ്റ് ഉണങ്ങിയതിന് ശേഷം അങ്ങനെ പ്രൈമർ ടച്ചിങ് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഇതാണ് നമ്മുടെ ഗേറ്റ്. ഗേറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ മോഡലാണ്. അങ്ങനെ ഓരോ മോഡൽ ഗേറ്റുകളും നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ ഗേറ്റ് ഇഷ്ടമായെങ്കിൽ അതിനെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.